ഹായ് ഫ്രണ്ട്സ്, PSC വേർഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്നും 20 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത്. നമുക്ക് ഒരുമിച്ച് LDCക്ക് വേണ്ടി തയ്യാറെടുക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ: ഒരു വയേർഡ് ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയും ഉപകരണങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഒരു വയേർഡ് ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയും ഉപകരണങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. അടുത്ത ക്വസ്റ്റ്യൻ: നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ശൃംഖല രൂപീകരിക്കുവാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോടുകൂടിയ ഉപകരണം ഏതാണ്? നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ശൃംഖല രൂപീകരിക്കുവാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോടുകൂടിയ ഉപകരണമാണ് സ്വിച്ച്. എന്താണ് ഹബ്ബ്? ഒരു വയേർഡ് ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയും ഉപകരണങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ശൃംഖല രൂപീകരിക്കുവാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോടുകൂടിയ ഉപകരണമാണ് സ്വിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളാക്കി വേർതിരിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളാക്കി വേർതിരിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരേപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ഉള്ളതുമായ രണ്ട് ശൃംഖലകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരേപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ഉള്ളതുമായ രണ്ട് ശൃംഖലകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ: വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ്വേ. ബ്രിഡ്ജ് എന്താണ്? ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളാക്കി വേർതിരിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. റൂട്ടർ ഒരേ വിഭാഗത്തിൽപ്പെട്ടതും അതേപോലെ പെരുമാറ്റച്ചട്ടങ്ങൾ ഉള്ളതുമായ രണ്ട് ശൃംഖലകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. ഗേറ്റ്വേ എന്താണ്? വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളാക്കിയും ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കിയും രൂപഭേദം വരുത്തുന്ന ഉപകരണമാണ് മോഡം. എന്താണ് മോഡം? അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളാക്കിയും ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കിയും രൂപഭേദം വരുത്തുന്ന ഉപകരണമാണ് മോഡം. അടുത്ത ക്വസ്റ്റ്യൻ: കമ്പ്യൂട്ടറിലെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നത് എന്താണ്? കമ്പ്യൂട്ടറിലെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എന്താണ് മോഡം? അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളാക്കിയും ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കിയും രൂപഭേദം വരുത്തുന്ന ഉപകരണമാണ്. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? കമ്പ്യൂട്ടറിലെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു കൂട്ടം പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും പ്രവർത്തനം കാര്യക്ഷമവും ഫലപ്രദവുമായി നടത്താൻ സഹായിക്കുന്നവയാണ് സോഫ്റ്റ്വെയർ. എന്താണ് സോഫ്റ്റ്വെയർ? ഒരു കൂട്ടം പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും കാര്യക്ഷമവും ഫലപ്രദവുമായി നടത്താൻ സഹായിക്കുന്നവയാണ് സോഫ്റ്റ്വെയർ. അടുത്ത ക്വസ്റ്റ്യൻ: സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്നവർ അറിയപ്പെടുന്നത് എന്താണ്? പ്രോഗ്രാമർ. സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്നവർ അറിയപ്പെടുന്നത് പ്രോഗ്രാമർ എന്നാണ്. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: ഒരേ സമയം ഒന്നിലധികം പേർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? ഒരേ സമയം ഒന്നിലധികം പേർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ: വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഡാറ്റയിൽ നടത്തുന്ന ഓപ്പറേഷൻ അഥവാ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഡാറ്റയിൽ നടത്തുന്ന ഓപ്പറേഷൻ അഥവാ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് ഡാറ്റ പ്രോസസർ എന്നാണ്. ഓർത്തിരിക്കുക, സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? ഒരേ സമയം ഒന്നിലധികം പേർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡാറ്റ പ്രോസസ്സിംഗ് എന്നാൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഡാറ്റയിൽ നടത്തുന്ന ഓപ്പറേഷൻ അഥവാ പ്രവർത്തനങ്ങളാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: അസംബ്ലി ഭാഷയിൽ എഴുതുന്ന പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നത് എന്താണ്? അസംബ്ലി ഭാഷയിൽ എഴുതുന്ന പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നത് അസംബ്ലർ.
അടുത്ത ക്വസ്റ്റ്യൻ, ഉയർന്ന തലത്തിൽ എഴുതുന്ന പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന ഭാഷ പ്രോസസ്സറാണ് കമ്പൈലർ. എന്താണ് കമ്പൈലർ? ഉയർന്ന തലത്തിൽ എഴുതിയ പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന ഭാഷ പ്രോസസ്സറാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്സിലറി മെമ്മറി, ബാക്കപ്പ് മെമ്മറി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതു മെമ്മറിയാണ്? ഓക്സിലറി മെമ്മറി, ബാക്കപ്പ് മെമ്മറി എന്നിങ്ങനെ അറിയപ്പെടുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. എന്താണ് അസംബ്ലർ? അസംബ്ലി ഭാഷയിൽ എഴുതുന്ന പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നതാണ്. കമ്പൈലർ എന്നാൽ ഉയർന്ന തലത്തിൽ എഴുതിയ പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന ഭാഷ പ്രോസസ്സറാണ്. സെക്കൻഡറി മെമ്മറിയാണ് ഓക്സിലറി മെമ്മറി, ബാക്കപ്പ് മെമ്മറി എന്നിങ്ങനെ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്റ്റേണൽ മെമ്മറി എന്നറിയപ്പെടുന്നത് ഏത് മെമ്മറിയാണ്? എക്സ്റ്റേണൽ മെമ്മറി എന്നറിയപ്പെടുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം എന്നാണ് ആചരിക്കുന്നത്? നവംബർ 30. കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ 30. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ്? ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2. എക്സ്റ്റേണൽ മെമ്മറി എന്നറിയപ്പെടുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. നവംബർ 30-നാണ് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനമായി ആചരിക്കുന്നത്. ഡിസംബർ 2-നാണ് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം എന്നാണ്? ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം മെയ് 17. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിൽ മൗസിന് പകരമായി ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഉപകരണം ഏതാണ്? കമ്പ്യൂട്ടറിൽ മൗസിന് പകരമായി ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഉപകരണമാണ് ട്രാക്ക് ബാൾ. മെയ് 17-നാണ് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം. ട്രാക്ക് ബാൾ എന്നാൽ എന്താണ്? കമ്പ്യൂട്ടറിൽ മൗസിന് പകരമായി ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഉപകരണമാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.